സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി CPI കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ വീണ്ടും മത്സരിക്കും. കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് MLA VR സുനിൽകുമാറിന് ഇളവ്. സിറ്റിംഗ് MLA CC മുകുന്ദനെ ഒഴിവാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ലെവിനെ, വിവരങ്ങൾ. തൃശൂർ ജില്ല CPI സംബന്ധിച്ചുകൊണ്ട് അവരുടെ പൊന്നാപുരം കോട്ട എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 5 സീറ്റുകൾ മത്സരിച്ച് വിജയിച്ച സംസ്ഥാനത്തെ തന്നെ CPIയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയം തൃശൂരിലും നാട്ടികയിലും വലിയ വെല്ലുവിളിയായിരുന്നു. മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ നിർദ്ദേശിച്ച പേരുകൾ എക്സിക്യൂട്ടീവിലും കൗൺസിലും ഉണ്ടായില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയ ചുരുക്കപ്പട്ടികയ്ക്ക് അപ്പുറത്തു നിന്നുള്ള തീരുമാനങ്ങളാണ് ഇന്ന് നടക്കുന്ന MN സ്മാരകത്തിൽ നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലുമായി ഉണ്ടായിരിക്കുന്നത്. തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന CPIയുടെ സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ CPI രംഗത്തിറക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കവി ആലങ്കോട് ലീലാകൃഷ്ണനാകും CPIയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ധാരണയുണ്ടായിരിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ യുവകലാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. CPIയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകനാണ്. പൊന്നാനി സ്വദേശിയാണ്, മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് അദ്ദേഹം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായിട്ടാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. എഴുത്തുകാരൻ, കവി എന്നുള്ള നിലയിലൊക്കെ ഇതിനോടകം തന്നെ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന്റെ ചില സിനിമകളും തിരക്കഥ എഴുതിയതടക്കമുള്ള സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ആലങ്കോട് ലീലാകൃഷ്ണനെ CPIയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി, മുന്നണി പോരാളിയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. സംസ്ഥാന കൗൺസിൽ യോഗം കൂടി അംഗീകരിച്ച് അത് തീരുമാനമായി എടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മലപ്പുറം പൊന്നാനി സ്വദേശിയാണ്. നേരത്തെ നിശ്ചയിക്കപ്പെട്ടതുപോലെ, പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഒല്ലൂരിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കുക. കഴിഞ്ഞ തവണ 21,506 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജൻ ജയിച്ചത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിലും രാജൻ തന്നെയായിരുന്നു ഒല്ലൂരിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു, അത് ഉറപ്പായിരുന്നു. ആ തീരുമാനവും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നു. ഇനിയുള്ളത് നാട്ടികയിലാണ്. നാട്ടികയിൽ മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപിയെയാണ് പുതിയ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ നാട്ടികയിൽ 2 തവണ മത്സരിച്ച് MLA ആയ ഗീതാ ഗോപി ഇത്തവണ വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദനെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 2021 28,431 വോട്ടിന്റെ ഭൂരിപക്ഷവുമായിട്ടാണ് CC മുകുന്ദൻ ജയിച്ചത്. പക്ഷേ പാർട്ടിയുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിക്ക് അതീതനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ തുടർച്ചയായി CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അടക്കമുയർന്നു. ജില്ലാ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ലാത്തതാണ് വലിയ അവമതിപ്പിനിടയാക്കിയത്. 2016 ഗീതാ ഗോപിയായിരുന്നു നാട്ടിക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത്. അവിടെ 70,218 വോട്ടുകൾ നേടിയാണ് ഗീതാ ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷമാണ് CC മുകുന്ദൻ മത്സരത്തേക്ക് വരുന്നത്. കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള VR സുനിൽകുമാർ മുൻമന്ത്രി VK രാജന്റെ മകനാണ് അദ്ദേഹം. 2 തവണ കൊടുങ്ങല്ലൂർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2021 23,893 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന് ഇളവ് നൽകാൻ തീരുമാനിക്കുന്നു. കയ്പമംഗലത്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും CPI സംബന്ധിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണകളായിരിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് സംസ്ഥാന കൗൺസിലും ചർച്ച ചെയ്ത് ആ തീരുമാനം അന്തിമമാക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ശരി ലെവിനെ, ശരി. ഇപ്പൊ CPI സംബന്ധിച്ച് ലെവിൻ പറഞ്ഞ പോലെ തന്നെ CPIയുടെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ സ്ഥാനാർത്ഥികളായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.